നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടെ മടി പിടിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഈ മടിയുടെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നോക്കാൻ പോവാണ്. നമ്മുടെ തലച്ചോറിനോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ കൂടെ നിന്നിട്ട് എങ്ങനെ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കാം. ശരി, നമുക്ക് തുടങ്ങാം. എല്ലാ ദിവസവും ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഒരു ബുക്കെങ്കിലും വായിച്ചു തീർക്കണം, അതും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലുറപ്പിക്കും. പക്ഷെ അത് തുടങ്ങാനോ ഇനി അഥവാ തുടങ്ങിയാൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനോ എന്തൊരു പാടാണല്ലേ. പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഷെടാ, എനിക്കൊട്ടും ഡിസിപ്ലിൻ ഇല്ല, ഞാനൊരു മടിയൻ തന്നെ, എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ സ്വയം ഡൗൺ ആവും. പക്ഷേ സത്യം അതല്ല കേട്ടോ. ഈ മടി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെയോ അല്ലെങ്കിൽ വിൽ പവറിൻ്റെയോ ഒന്നും കുറവല്ല. സത്യം പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയുടെ ഒരു ഭാഗം മാത്രമാണ്. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ അച്ചടക്കം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിനിനൊരു നാച്ചുറൽ അല്ലാത്ത കാര്യമായി തോന്നുന്നത്? നമ്മുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറെ കാലം കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടിന് വേണ്ടി വർക്ക് ചെയ്യാനല്ല. ഇന്നത്തെ ലോകത്ത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നാളത്തെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഇന്ന് കഷ്ടപ്പെടുന്നത് അല്ലേ? അത് നമ്മുടെ തലച്ചോറിന്റെ ബേസിക് പ്രോഗ്രാമിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നമ്മുടെ തലച്ചോറ് ഇപ്പോഴും ആ പഴയ ഗുഹാമനുഷ്യന്റെ കാലത്തുള്ള സർവൈവൽ റൂൾസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കുന്നതോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു മോഡേൺ ലോകത്തും. ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ തലച്ചോറിന് ബേസിക്കലി രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, പറ്റാവുന്നത്ര എനർജി സേവ് ചെയ്യുക. രണ്ട്, നാളെ എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ ഇന്ന് എന്ത് കിട്ടും എന്നതിന് പ്രയോറിറ്റി കൊടുക്കുക. അതായത് പെട്ടെന്നുള്ള സന്തോഷം കണ്ടെത്തുക. അതുകൊണ്ടാണ് ജിമ്മിൽ പോയി വിയർക്കുന്നതിനേക്കാൾ ഇപ്പോൾ തന്നെ സന്തോഷം കിട്ടുന്നൊരു കാര്യം ചെയ്യാൻ ബ്രെയിൻ നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. കണ്ടില്ലേ, ഈ വ്യത്യാസം വളരെ ക്ലിയറാണ്. നമ്മുടെ ബ്രെയിനിന് എനർജി ലാഭിക്കണം, പക്ഷേ ഇന്നത്തെ ലോകം നമ്മളോട് പറയുന്നത് ലോങ് ടേം ഗോൾസിന് വേണ്ടി കഷ്ടപ്പെടാനാണ്. തലച്ചോറിന് ഇന്നത്തെ സന്തോഷം മതി, പക്ഷെ നമുക്കോ നാളത്തെ പുരോഗതിയും വേണം. ഈ ഒരു വലിയ സംഘർഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ മോഡേൺ ലോകം നമ്മുടെ തലയിൽ വയ്ക്കുന്ന ഒരു വലിയ പ്രഷറാണ് പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് നേടണം എന്നത്. ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ എങ്ങനെയാണ് ഒരു ട്രാപ്പിൽ കൊണ്ടുപോയി വീഴ്ത്തുന്നതെന്ന് നോക്കാം. ജീവിതത്തിൽ ശരിക്കുള്ളൊരു പുരോഗതിയും ഇല്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ പുരോഗതി അഭിനയിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വലിയ കാർ വാങ്ങും, പുതിയ ഫോൺ വാങ്ങും. ആ ഒരു നിമിഷത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. പക്ഷേ അത് റിയൽ പ്രോഗ്രസ് അല്ല, വെറുമൊരു തോന്നൽ മാത്രമാണ്. ആ അഭിനയം അങ്ങോട്ട് നിലനിർത്താൻ, അതായത് ആ കാറിന്റെ EMI അടയ്ക്കാനും ക്രെഡിറ്റ് കാർഡ് ബില്ല് തീർക്കാനുമൊക്കെ വേണ്ടി നമ്മളൊരു ഫോഴ്സ്ഡ് ഡിസിപ്ലിനിലേക്ക് വീഴും. ഒരു താല്പര്യവുമില്ലാത്ത ജോലിക്ക് എല്ലാ ദിവസവും പോകും. ഇത് നമ്മളെ കൂടുതൽ നിരാശയിലേക്കും ക്ഷീണത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ എന്നത് നമ്മുടെ ഒരു ചോയ്സ് അല്ലാതെ ഒരു വലിയ ഭാരമായി മാറും. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? വെറുതെ വിൽ പവറിനെ മാത്രം ആശ്രയിക്കുന്നത് നിർത്തുക. അതിനു പകരം നമ്മുടെ തലച്ചോറിന് ഈസി ആയിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെയും സിസ്റ്റംസിനെയും മാറ്റിയെടുക്കാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിസിപ്ലിനുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ വിൽ പവർ ഉള്ളതുകൊണ്ടല്ല അവർ സക്സസ് ആകുന്നത്. മറിച്ച് നല്ല ശീലങ്ങൾ എളുപ്പമാക്കുന്ന, ചീത്ത ശീലങ്ങൾ ബുദ്ധിമുട്ടാക്കുന്ന അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനികളാണ്. രാവിലെ കറക്റ്റ് 8 മണിക്ക് പഞ്ച് ചെയ്യണമെന്നൊരു സിസ്റ്റം അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ആ സമയത്ത് അവിടെ എത്തുന്നത്. ആ ഒരു എക്സ്റ്റേണൽ സിസ്റ്റം നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കാൻ നിർബന്ധിക്കുകയാണ്. കാരണം അവർക്കറിയാം നമ്മുടെ തലച്ചോറ് എപ്പോഴും എളുപ്പമുള്ള വഴിയെ തിരഞ്ഞെടുക്കുമെന്ന്. ഇത് വളരെ സിമ്പിളായൊരു ചോദ്യമല്ലേ? പുസ്തകം നമ്മുടെ കൺമുന്നിലും ഫോൺ അപ്പുറത്തെ റൂമിലുമാണെങ്കിൽ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾ ആ പുസ്തകം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? നമ്മുടെ തലച്ചോറിന് എപ്പോഴും താല്പര്യം എളുപ്പത്തിൽ കിട്ടുന്നതും തൊട്ടടുത്തുള്ളതുമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ്. ശരി, ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ വഴികൾ നോക്കാം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഫേമസ് ബുക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില ടെക്നിക്സ് നമ്മുടെ തലച്ചോറിനെ ട്രിക്ക് ചെയ്ത് എങ്ങനെ ഡിസിപ്ലിൻ ലൈഫിന്റെ ഭാഗമാക്കാം എന്ന് നോക്കാം. ഹാബിറ്റ് സ്റ്റാക്കിംഗ് വളരെ സിമ്പിൾ പക്ഷെ പവർഫുൾ ആയ ഒരു ടെക്നിക്കാണിത്. നിങ്ങൾ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലമില്ലേ, അതിനെ നിങ്ങൾ എല്ലാ ദിവസവും ഓൾറെഡി ചെയ്യുന്ന ഒരു പഴയ ശീലത്തിന്റെ കൂടെ അങ്ങ് കൂട്ടിക്കെട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ ഉണ്ടാവും. ആ പുതിയ ശീലം പഴയ ശീലത്തിന്റെ ഒരു സ്വാഭാവികമായ ഭാഗമായിട്ട് മാറും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വായനാശീലം തുടങ്ങണം എന്നിരിക്കട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കാപ്പി കുടിക്കുന്ന ആളാണെങ്കിൽ ആ ശീലത്തിന്റെ കൂടെ ഇതിനെ അങ്ങ് ലിങ്ക് ചെയ്യുക. അതായത്, ഞാൻ എല്ലാ ദിവസവും കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ 2 പേജ് വായിച്ചിരിക്കും എന്ന് തീരുമാനിക്കുക. കുറച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ?
നിങ്ങൾ കാപ്പി എടുക്കുമ്പോൾ തന്നെ ബ്രെയിൻ നിങ്ങളെ ഓർമ്മിക്കും, ഏയ് പുസ്തകം അവിടെ. ഏതൊരു ശീലവും ഉണ്ടാക്കിയെടുക്കാൻ ജെയിംസ് ക്ലിയർ പറയുന്ന 4 സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ വായനയുടെ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. 1. ബുക്ക് കൺവെർട്ടത്ത് മേശപ്പുറത്ത് തന്നെ വെക്കുക. 2. നിങ്ങളുടെ ഫേവറേറ്റ് കാപ്പിയോ ചായയോ കുടിക്കുന്നതിനൊപ്പം വായിക്കുക. 3. തുടക്കത്തിൽ ഒരുപാട് വായിക്കാൻ നോക്കരുത്. ദിവസവും 2 പേജ് മതി. 4-മതായി വായിച്ചു കഴിയുമ്പോൾ കലണ്ടറിൽ ഒരു ടിക്ക് ഇടുക. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചിലപ്പോൾ ജിമ്മിൽ പോകാൻ ഒരു മൂഡും ഉണ്ടാവില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ ആ ശീലം മൊത്തമായിട്ടങ്ങ് ഉപേക്ഷിക്കരുത്. പകരം ഒരു ചെറിയ നടത്തത്തിനെങ്കിലും പോകുക. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും 0 ആവരുത്. ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? മടിയെ മറികടന്ന് മുന്നോട്ടു പോകാൻ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒരു പുതിയ വർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം? ഇതിനെ നിങ്ങളുടെ തലച്ചോറിന് വേണ്ടിയുള്ളൊരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കണ്ടാൽ മതി. വെറും വിൽ പവറിനെ മാത്രം ആശ്രയിക്കുന്ന ആ പഴയ സിസ്റ്റം അങ്ങ് മാറ്റുക. എന്നിട്ട് ഈ പുതിയ രീതികൾ ഉപയോഗിക്കുക. സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ ബോധപൂർവം ഡിസൈൻ ചെയ്യുക. ഹാബിറ്റ് സ്റ്റാക്കിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുക. പിന്നെ ആ 4 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ശീലങ്ങൾ മാറ്റിയെടുക്കുക. വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും സിമ്പിളായ ഒരു കാര്യം എന്താണ്? അവിടെ നിന്ന് തുടങ്ങുക.